ഇന്നത്തെ എന്റെ ചലഞ്ച് 24 മണിക്കൂർ എങ്ങനെ ഉറങ്ങാതിരിക്കാം. 10 മണിയായപ്പോൾ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് നീ ഒരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല, നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്നാണ്. അമ്മ പറഞ്ഞത് എനിക്കൊരു വാശി ആയതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതെ ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചു. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ 4 വശം മിറ്റം തൂത്ത് കഴിയാറായപ്പോഴത്തേക്ക് അമ്മ എന്നോട് വന്ന് പറഞ്ഞു നീ ഈ ചലഞ്ച് എന്നും അങ്ങ് എടുത്താൽ പോരെ, എന്റെ കുറച്ച് ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ. തട്ടി വെച്ചേക്കുന്ന മീൻ പൊക്കി മാത്രമേ നോക്കുന്നുള്ളൂ, അതിനകത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴത്തേക്ക് അമ്മ ഭയങ്കര ഉറക്കം. അമ്മയെ തട്ടി ഉണർത്താമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എന്റെ ലവറുമായിട്ട് ഞാൻ ഉമ്മ വെച്ച് ഞാൻ കളിച്ചു. ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയാണെങ്കിൽ മാങ്ങ ചെത്തിപ്പുള്ളി എന്റെ കൈ വെച്ചോണ്ടിരിക്കുക. ഞാനത് തിന്നുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. മാങ്ങ എല്ലാം കൂടി തിന്നുകൊണ്ട് 2:30 ആയപ്പോഴാണ് ചോറുണ്ടത്. അങ്ങനെ ദിലീപ് സാറിന്റെ സിനിമ കണ്ട് ഞാൻ ചിരിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ എടുത്താൽ കൊള്ളാലെന്നും പറഞ്ഞ് ഡ്രസ്സ് മാറി ആ കിടക്കുന്നു മഴയും കാറ്റും. അങ്ങനെ വിളക്ക് എത്തിക്കാൻ സമയമായതുകൊണ്ട് കുളിച്ച് റെഡിയായി വന്ന് വിളക്ക് തേച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മ ചായ കൊണ്ടു തന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എനിക്ക് ഓലപ്പടക്കം കൊണ്ടുവന്നു. ഓലപ്പടക്കം എന്ന് വെച്ചാൽ സമൂസയാണ്. 6:05 ആയപ്പോൾ ഞാൻ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചു. ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഷപ്പാണ് എടുക്കുന്നത്, നിങ്ങളൊന്നും വിചാരിക്കില്ല. പട്ടാന്നൊന്നും കരുതരുത്. 9:05 ആയപ്പോഴത്തേക്ക് ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാലും അമ്മ പറഞ്ഞ ആ കാര്യം ഓർത്തിട്ട് ഞാൻ അന്നൊക്കെ ചിന്തിച്ച് നിന്നെ കൊണ്ട് പറ്റത്തില്ല. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ TV കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. 10:05 ആയപ്പോഴത്തേക്ക് അമ്മ കട്ടിലിൽ ഇടം പിടിച്ച് കഴിഞ്ഞു. TV ഓണാക്കി ശബ്ദം വെച്ചുകൊണ്ട് എല്ലാവരെയും ഉണർത്താമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നടന്നില്ല. സമയങ്ങൾ മുന്നോട്ട് പോകും തോറും എനിക്ക് പേടിയുടെ ദൈർഘ്യം കൂടിക്കൊണ്ടിരുന്നു. പേടിച്ചു കുറച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അമ്മയും കൂടി ഉണർത്താന്ന് വിചാരിച്ചു. അമ്മേ ഈ ചെറുക്കനെ കൊണ്ടങ്ങ് തോറ്റ് മറ്റുള്ളവര് ഉറക്കത്തില്ലയോടാ, നിനക്ക് ഉറങ്ങാതിരുന്ന പോരായോ? ഉറങ്ങത്തില്ലെന്ന് ശബ്ദം എടുത്തുകൊണ്ട് തന്നെ 2:05 ആയപ്പോഴത്തേക്ക് എന്നെ ഒരു ഡാൻസിലേക്ക് പോയി. എന്ത് ഡാൻസ് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും ഒരു ഡാൻസ്. അതിരാത്രി ആയതുകൊണ്ട് തന്നെ കണ്ണാടി നോക്കി ഞാൻ തന്നെ പേടിച്ചു പോയി. പിന്നെ അമ്മയെ ഉണർത്താന്ന് വിചാരിച്ചു. അമ്മേ ഈ ചെറുക്കനെ കൊണ്ടങ്ങ് തോറ്റ് മനുഷ്യനെ ഉറക്കത്തില്ലേ ദൈവമേ ണ്ടെന്ന് പറഞ്ഞ് 3 മണിക്ക് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ട്, കുറ്റാക്കുറ്റി ഇരുട്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഒന്നും കൂടി പേടിയായി. മൂത്രം വയ്ക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു വടയക്ഷി. ഒറ്റയ്ക്ക് പാട്ട് നടത്തി ഡിസ്കോ കളിക്കാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് വീട്ടുകാരിളകി വന്ന് എന്നെ വന്ന് പഞ്ഞിക്കിട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി ഞാൻ സമയം 6:10. രാവിലെ 6:10 ആയതുകൊണ്ട് തന്നെ എല്ലാവരും പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെറിയ തലകൾ. ഡ്യൂട്ടി നേരത്തെ തുടങ്ങി. 10 മണി ആയപ്പോഴേക്ക് എന്റെ ഡ്യൂട്ടിയും കഴിഞ്ഞ് അമ്മ എനിക്ക് ഷേക്കാനായിരുന്നു.